ഹാപ്പി വുമൻസ് ഡേ ഡിയേഴ്സ്. വുമൻസിനായിട്ട് ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാനല്ലേ? പക്ഷെ എല്ലാ ഡേയും നമ്മുടേതാക്കിക്കൂടെ? യെസ്, അതെ. പ്രശ്നങ്ങൾ, പരിഭവങ്ങൾ, പരാതികൾ, വിഷമങ്ങൾ, ഇതിന്റെ ഒക്കെ ഇടയിലൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ സമയം എവിടെയല്ലേ? ജീവിതം അങ്ങനെയാണ്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ ഒന്നും കൂടി ഒന്ന് ബോധിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു 2 മിനിറ്റ്സ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ സത്യമാണ്. പക്ഷെ ഈ വീഡിയോ വിശദീകരിക്കാനൊന്നുമല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം നിങ്ങളെ ഒന്നും കൂടി ബോധിപ്പിക്കാനാണ് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നുണ്ട് 80%, അതായത് കൂടുതൽ സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല, അവര് വളരെയധികം ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗിലാണ് എന്ന്. ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ശ്രമിക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ അനുവാദം ലഭിക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാ മതി എന്നുള്ള ചിന്താഗതി കൊണ്ടാണോ? നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. എന്തായാലും ആദ്യം പറഞ്ഞ കാര്യമല്ല, ഈ 21ാം നൂറ്റാണ്ടിൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സക്സസിലേക്ക് എങ്ങനെ എത്താം, പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് നമുക്ക് മുമ്പ് ജീവിച്ചവരും ഇപ്പോൾ ജീവിക്കുന്ന കുറച്ചു പേരും നമ്മളെ പഠിപ്പിച്ചിട്ടുമുണ്ട്, ഇപ്പോൾ പഠിപ്പിക്കുന്നുമുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സ്. ഓരോ ഡേയും 1% ഇംപ്രൂവ്മെന്റോട് കൂടി നമ്മുടെ ഹാബിറ്റ്സിൽ ചേഞ്ചസ് വരുത്തിയാൽ 1 ഇയർ കൊണ്ട് 37 ടൈംസ് ബെറ്റർ ആക്കാം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ബുക്കാണിത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അല്ലെ? നിങ്ങൾ ധനികനാവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനികനാവാം. നിങ്ങൾ ദരിദ്രനാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ദരിദ്രാവസ്ഥയിലേക്ക് പോകുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ബുക്ക്. സീക്രട്ട്. യെസ്, ലോ ഓഫ് അട്രാക്ഷൻ. ഗ്രാവിറ്റേഷൻ എന്നുള്ളത് സത്യമാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് സത്യമാണെന്ന് നമ്മളെ തെളിയിച്ചിട്ടുള്ള ഒരു ബുക്ക്. നിങ്ങൾക്ക് വയ്യ, അസുഖമാണ്, എനിക്ക് ക്ഷീണമാണ് എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു രോഗിയായിട്ട് തന്നെ നിങ്ങൾ മാറും. പക്ഷേ നിങ്ങൾക്ക് വിജയിക്കണം, സക്സസ് ആവണം, പൈസ ഉണ്ടാക്കണം, ഫാമിലിനെ അൺകണ്ടീഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങളെ അതിലേക്ക് തന്നെ എത്തിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ബുക്കാണ് സീക്രട്ട്. ഇങ്ങനെ വിജയത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ബുക്കുകൾ നമുക്കിടയിലുണ്ട്. ഇതിന്റെയൊക്കെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ വിജയം, സക്സസ്, പണം എന്നുള്ളത് എല്ലാവർക്കും നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് എന്നാണ് ഈ ബുക്കുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. കമ്പാരിറ്റീവ്ലി വുമൻസിന്റെ സക്സസ് റേറ്റ് കുറവാണ്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എല്ലാ വുമൻസിനും റിയൽ ഫ്രീഡം, യെസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ വേണ്ടി സാധിക്കും. നാളെ നിങ്ങളുടെ പേരും ചരിത്ര താളുകളിൽ രേഖപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് യെസ് ഓർ DM me. And once again, happy Women's Day all my ladies. It's me, Ifrat Jahan, a woman success thinker. Thank you so much.